ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. നമ്മള് പർദീസ ചിക്കൻ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഫുൾ ഒരു കോഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പർദീസ ആവോ ഇത് കഴിക്കുമ്പോഴെന്നൊക്കെ ഏട്ടനും അച്ഛനും ആയിരിക്കും പറയാൻ പോകുന്നത്. എന്തായാലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫുള്ളായിട്ടുള്ള ഒരു കോഴി കേട്ടോ. ഞാൻ അതിൽ സ്കിൻ വെച്ചിട്ടുണ്ട്. സ്കിൻ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, പക്ഷേ ഇതിന് സ്കിന്നോടുകൂടിയുള്ള ചിക്കനാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ച് രണ്ട് സൈഡിലും ചിക്കൻ്റെ ഒത്തിരി ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടി വരഞ്ഞൊന്നും കൊടുക്കല്ലേ. എന്നിട്ട് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ചെയ്താണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. ഇടത്തരം എരിവുള്ള പച്ചമുളക്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇടത്തരമുള്ള ഒരു ക്യാപ്സിക്കം ആഡ് ചെയ്തു. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത കേട്ടോ. എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു പിടി മല്ലിയിലയാണ്. അതിൻ്റെ നേരെ പകുതി പുതിനയില മിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ക്യൂബ്സ്, മാഗി ക്യൂബ് എന്ന് പറയത്തില്ലേ, അതാണ്. അത് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിനകത്തിലേക്ക് വലിയൊരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ പകുതി പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് മന്തി മസാല ഇല്ലെങ്കിൽ നമുക്ക് അറബിക് മസാല ചേർക്കാം. മന്തി മസാല ഉണ്ടെങ്കിൽ മന്തി മസാല തന്നെ ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വിനാഗിരി എന്ന് വെച്ചാൽ സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു പുളിക്ക് ആവശ്യമായിട്ടുള്ള. പിന്നെ അതിനകത്തിലേക്ക് ഓയിൽ ആഡ് ചെയ്യാവേ. ഓയിൽ ഇത് ഇച്ചിരി കൂടുതൽ വേണം ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചേറെ ഓയിൽ വേണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ആ മാഗി ക്യൂബൊക്കെ ഉടഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്ന അതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രം, എൻ്റെ ചിക്കൻ ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രം എനിക്ക് മാക്സിമം വലിയ പാത്രം ഇതേ ഉള്ളായിരുന്നു. ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരുന്നു നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ 2 സൈഡിലും അതുപോലെ ഉൾവശത്തും ഒക്കെ ഈ മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കന്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 hours ഇതെങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് വെച്ച സമയത്തേക്ക് നമ്മൾ റൈസ് തയ്യാറാക്കണം. റൈസിൽ ഗീ ആട്ടോ, പിന്നെ കുറച്ച് സ്പൈസസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ 2 മണിക്കൂറത്തെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. അതിൻ്റെ തിളയൊക്കെ വരുന്നത് നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ ഒരു സൈഡ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിടണം. ഓരോ 10 മിനിറ്റ് നമ്മൾ ടൈം തന്നെ നോക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. പിന്നെ അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അപ്പുറത്തെ സൈഡ് തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിടുമ്പോഴൊക്കെ നമ്മുടെ ആ ചിറകിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ തിരിച്ചിടാൻ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ അടി കിടക്കുന്ന മസാല കുറേ കോരി ഒന്ന് മുകളിലിട്ട് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു. എന്നിട്ടും അടച്ചു വെച്ചിട്ട് മൂടിയെടുക്കുക. അങ്ങനെ ഏകദേശം തിരിച്ചും മറിച്ചും നമ്മൾ ഓരോ 10 മിനിറ്റ് ഇട്ടതിന് ശേഷം ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേത് ഏകദേശം ഒന്ന് കുക്കായി കിട്ടും. അപ്പം നമ്മൾ ഒരു 10-15 കാഷ്യൂ കുതിർത്തിട്ട് അരച്ച പേസ്റ്റ്, ഞാൻ 1-2 മണിക്കൂർ കുതിർത്തതാണ്. അപ്പോൾ നമുക്ക് അരഞ്ഞ് പെട്ടെന്ന് കിട്ടും. ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ അങ്ങനെ ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടി കിടക്കുന്ന ഗ്രേവി മുകളിലേക്കാക്കി കൊടുക്കുക. പിന്നെയും തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പർദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മാരിനേഷൻ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മണം ഭയങ്കര മണം കേട്ടോ. പിന്നെ നമ്മൾ ഗീ റൈസ് പോലത്തെ റൈസ് ആട്ടോ ഉണ്ടാക്കിയത്. ഞാൻ അതിനകത്തിൽ ഗീ റൈസിൽ ജസ്റ്റ് സവാള മൂപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി മന്തി മസാലയും കൂടി ഒരു ഫ്ലേവറിന് ആ റൈസിലേക്ക് വിതറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിൾ ഇതെങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാലഡും ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ പർദീസ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് അതിൻ്റെ മസാല തന്നെ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയപ്പോഴും നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള റൈസ് ആട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് മന്തി മസാല എന്നൊരു ഫ്ലേവറിന് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറച്ച് ഇട്ടിരിക്കുന്നു ഫോർ മൈ അച്ഛൻ. പിന്നെ നമ്മൾ പ്ലെയിൻ സാലഡ് കേട്ടോ, സവാളയും തൈരും ഉപ്പ് മാത്രമുള്ള സാലഡ്. പിന്നെ അച്ചാർ വേണമെങ്കിൽ അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതാട്ടോ അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ സമയം കുറേ നേരമായി. നമുക്കിനി ഇത് കഴിച്ച് നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാം.
അതിനകത്ത് തീയുണ്ട്, ഇതേ തൊടരുത്, ചൂടാണ്. 2 ഇതിനകത്ത് എണ്ണയുണ്ട്. എന്റെ ഈ റണ്ണറ ഇടരുത് രണ്ടുപേരും. ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ വിളമ്പട്ടെ. ടേസ്റ്റ് ഇത് എങ്ങനെ എടുക്കും? നിങ്ങളെ 2 കാലോ കൈയോ ഒക്കെ എടുക്കും. ഇതാ 2 കാല്, ഇത് ചിറക്. കട്ട് ചെയ്യണോ? പിച്ചാത്തി വെച്ചിട്ട് നിങ്ങൾ കൈയോടെ എടുത്ത് കഴിച്ചു നോക്കൂ. വെന്തോ? അച്ഛൻ ഇനി പറയേ പിടിക്കണം 2 ദിവസം കഴിയുമ്പോ. ഒരു പാവം കോഴിയെ പിടിച്ചിട്ട് പതുക്കെ ഒരു കൈ പിടിച്ചു. അത് കഴിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ വേണേ സൈഡിലോട്ട് ഗ്രേവിയും കൂടെ എടുക്കൂ. ഗ്രേവി അവിടെ കുറച്ച് പ്ലേറ്റിൽ എടുക്കുന്നുള്ളൂ. രുചിയുണ്ടോ? ഉള്ളിലേക്ക് ഗ്രേവി വരത്തില്ല. പൊറോട്ട വേണേ ഓർഡർ ചെയ്യാൻ. ചിലപ്പോൾ മേബി ഇതിൻ്റെ കൂടെ പൊറോട്ട ഉണ്ടായിരിക്കും. ഉപ്പ് കുറച്ച് ചോറ് ഇട്ടേക്കുന്ന അച്ഛന് ചിലപ്പോൾ ഉപ്പ് കൂടുതൽ. ഒറിജിനൽ ഇത് പറ. ചിക്കൻ കറി ഇതിപ്പോ എന്തായാലും കാഷ്യൂ പേസ്റ്റ് ഒക്കെ ഒഴിച്ചു സ്ലോ കുക്ക് ചെയ്ത് കുറെ ടൈം. അച്ചാർ വേണോ? പിക്കിൾ വേണോ? അച്ഛൻ വേണോ? പിക്കിൾ വായു അല്ല കാര്യം വെച്ചാൽ രുചിയുണ്ട്. എനിക്കറിയില്ല, ഞാനും ആദ്യമായിട്ട് കുക്ക് ചെയ്യുക. പർദീസ ചിക്കൻ കേട്ട് കണ്ട് ലുക്കൊക്കെ കണ്ട് ചെയ്ത കൊള്ളാം. ഇതാണോ എന്റെ നോർമൽ ചിക്കൻ കറി ആണെന്നല്ലേ? ഉപ്പൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടോ? സക്സസ്ഫുൾ ആയോ? ആണോ? റൈസ് കൊള്ളാവോ? അപ്പൊ അങ്ങോട്ട് പറഞ്ഞേക്ക് കൊള്ളാൻ. ട്രൈ ചെയ്യാവോ അപ്പൊ എല്ലാരും? അപ്പൊ മസ്റ്റ് ട്രൈ ചെയ്യാട്ടോ. ഇത് എനിക്കും അറിയത്തില്ല, ഞാനും റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാ കൊള്ളാന്ന് പറയുന്നു. അമ്മയ്ക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കാന്ന് മെസ്സേജ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നൈറ്റേക്കാം റെസിപ്പി കണ്ടു ചെയ്തോ. അപ്പൊ ശരി. അപ്പൊ ഒരു ബൈ പറഞ്ഞിട്ട് നമുക്ക് ഞാനിവിടെ കഴിക്കണമെങ്കിൽ വിശക്കും. ബൈ പറഞ്ഞേ. അപ്പൊ ശരി, ബൈ.